Hello everyone. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഡസ് റിവർ സിസ്റ്റവും ഗംഗാ റിവർ സിസ്റ്റവും ബ്രഹ്മപുത്ര റിവർ സിസ്റ്റവും കണ്ടു കഴിഞ്ഞാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പെനിൻസുലാർ റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, പെനിൻസുലാർ റിവേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ എന്താണ് പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റൂന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ആണ് പെനിൻസുലാർ റിവേഴ്സ്. അപ്പൊ ഏതൊക്കെയാണ് പെനിൻസുലാർ റിവേഴ്സ്? ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി, നർമ്മദ ആൻഡ് താപ്തി. ഇത്രയും റിവേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെനിൻസുലാർ റിവേഴ്സ്. സോ ആദ്യം നമുക്ക് ഗോദാവരി നോക്കാം. ഓക്കെ, ഗോദാവരി റിവർ. ദ ഗോദാവരി ഈസ് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ആഫ്റ്റർ ഗംഗ. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ നീളം കൂടിയ നദി ഏതാണ്? ഗംഗയാണ്. ഗംഗയ്ക്ക് ശേഷം സെക്കൻഡ് ലോങ്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോദാവരിയാണ്. ഗോദാവരി ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിലെ നാഷിക് ഡിസ്ട്രിക്റ്റിലുള്ള ത്രംബകേശ്വർ ഹിൽസ് എന്നാണ്. ഓക്കെ, ത്രംബകേശ്വർ ഹിൽസ് എന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഗോദാവരി ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഫ്ലോസ് ത്രൂ ദ സ്റ്റേറ്റ്സ് ഓഫ് മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് ഒഡീഷ. ഓക്കെ, ഗോദാവരി 5 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണത്? മഹാരാഷ്ട്രയിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് ഒഡീഷ. ഈ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ ഗോദാവരി കടന്നു പോകുന്നത്. എന്നിട്ട് ഇതൊരു ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. ബേ ഓഫ് ബംഗാളിലേക്കാണ് ചേരുക. ഓക്കെ, ഗോദാവരി ഒരു ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. ബേ ഓഫ് ബംഗാളിലാണ് ചേരുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദക്ഷിണ ഗംഗ. അപ്പൊ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോദാവരിയാണ്. സോ ഗോദാവരി ഈസ് നോൺ ആസ് ദക്ഷിണ ഗംഗ. ലെങ്ത് എത്രയാണ്? 1465 കിലോമീറ്റേഴ്സ്. 1465 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ഗോദാവരിയുടെ നീളം. ഇനി ഗോദാവരിയിൽ ഏതൊക്കെ വാട്ടർഫാൾസ് ആണുള്ളത്? ദുദുമ വാട്ടർഫാൾസ്, ബൊഗാത്ത വാട്ടർഫാൾസ്, ചിത്രകോട്ട് വാട്ടർഫാൾസ്, ദെൻ കുണ്ടല, പുചേര, സഹസ്രകുണ്ട ആൻഡ് തീർത്ഥഗഡ് വാട്ടർഫാൾസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ശരിക്കും ചിത്രകോട്ട് വാട്ടർഫാൾസ് ആണ്. ഓക്കെ, ചിത്രകോട്ട് വാട്ടർഫാൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കാം. അപ്പോൾ ദുദുമ വാട്ടർഫാൾസ്, ബൊഗാത്ത വാട്ടർഫാൾസ്, ചിത്രകോട്ട് വാട്ടർഫാൾസ്, കുണ്ടല വാട്ടർഫാൾസ്, പൊചേര വാട്ടർഫാൾസ്, സഹസ്രകുണ്ട ആൻഡ് തീർത്ഥഗർ വാട്ടർഫാൾസ് ഏത് നദിയിലാണുള്ളത്? നമ്മുടെ ഗോദാവരി നദിയിലാണ് ഉള്ളത്. ട്രിബ്യൂട്ടറീസ് ഓഫ് ഗോദാവരി റിവർ. ഗോദാവരിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഇൻക്ലൂഡ് പൂർണ, പ്രൻഹിത, ഇന്ദ്രാവതി, പെൻഗംഗ ആൻഡ് ശബരി റിവർ. ഇതില് ശബരി, പെൻഗംഗ, ഇന്ദ്രാവതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെൻഗംഗ ഓർത്ത് വെക്കണം. പെൻഗംഗ എന്ന് പറയുന്നത് ഗോദാവരിന്റെ ട്രിബ്യൂട്ടറി ആണ്. രാംഗംഗ നമ്മൾ കണ്ടു, ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിരുന്നു. പെൻഗംഗ എന്താണ്? ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി ആണ്. പിന്നെ ഇന്ദ്രാവതി, ശബരി, പൂർണ ആൻഡ് പ്രൻഹിത. ദീസ് ആർ ദി ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് ഗോദാവരി. ദെൻ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? പ്രവര, മഞ്ചീറ ആൻഡ് മനേർ. അതിൽ മഞ്ചീറ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഗംഗാപൂർ ഡാം, അതുപോലെ തന്നെ ജയാക്വടി ഡാം. ഗംഗാപൂർ ഡാമും ജയ്ക്വാഡി ഡാമും ഏത് റിവറിലാണുള്ളത്? ഗോദാവരി റിവറിലാണ് ഉള്ളത്. കുംഭമേള ഇൻ നാഷിക് ഇൻ റിവർ ഗോദാവരി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി കുംഭമേളനെ പറ്റി പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഗംഗാ റിവർ സിസ്റ്റം പഠിച്ചപ്പം നമ്മൾ കുംഭമേള ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. അപ്പൊ 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള എവിടെ നടക്കും? നാഷിക് ഡിസ്ട്രിക്റ്റിലും നടക്കുന്നുണ്ട് അല്ലെ? ഹരിദ്വാറിൽ നടക്കുന്നുണ്ട്, പ്രയാഗ്രാജിൽ നടക്കുന്നുണ്ട്, നാഷിക് ഡിസ്ട്രിക്റ്റിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നാഷിക്കിൽ നടക്കുമ്പോൾ അത് എവിടെയാണ്? ഗോദാവരിയുടെ തീരത്താണ്. ഓക്കെ, ഗോദാവരിയുടെ തീരത്താണ് നാഷിക്കിലുള്ള കുംഭമേള നടക്കുന്നത്. ഓക്കെ, പിന്നെ ഉജ്ജയിനിലും നടക്കുന്നുണ്ട്. ഓക്കെ, നൗ കൃഷ്ണ റിവർ. അടുത്തതാണ് കൃഷ്ണ റിവർ. കൃഷ്ണനെ എന്തൊക്കെ വിളിക്കും? അർദ്ധഗംഗ അല്ലെങ്കിൽ തെലുങ്കു ഗംഗ. ഓക്കെ, തെലുങ്കു ഗംഗ, അർദ്ധഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ കൃഷ്ണ റിവർ ആണ്. ഒറിജിൻ ഫ്രം മഹാബലേശ്വർ, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ ഹിൽസ് എന്നാണ് അല്ലെ? മഹാബലേശ്വർ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻ ആണ്. അവിടെ നിന്നാണ് നമ്മുടെ കൃഷ്ണ റിവറിന്റെ ഒറിജിൻ. ഫ്രം മഹാബലേശ്വർ ഇറ്റ് ഫ്ലോസ് ടു ദ ഈസ്റ്റ്. ഈസ്റ്റ് ഫ്ലോയിങ് ആണ് കൃഷ്ണയും. എന്നിട്ട് എവിടെ ചേരും? ബേ ഓഫ് ബംഗാളിൽ ചേരും. ഇറ്റ്സ് ദ തേർഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഗംഗ ആൻഡ് ഗോദാവരി. അപ്പം ഫസ്റ്റ് ആരാണ്? ഗംഗയാണ്, ദെൻ ഗോദാവരിയാണ്. തേർഡ് ലോങ്സ്റ്റ് റിവർ ആണ് കൃഷ്ണ റിവർ. 1401 കിലോമീറ്റർ അല്ലെങ്കിൽ 1400 കിലോമീറ്റർ ലോങ് ആണ് നമ്മുടെ കൃഷ്ണ.
It flows through the Indian states മഹാരാഷ്ട്ര എന്നാണ് ഒറിജിൻ, then കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഈ 4 സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണ റിവർ ഒഴുകുന്നത്. ട്രിബ്യൂട്ടറീസ് ഓഫ് കൃഷ്ണ ഏതൊക്കെയാണ്? ഘാട്ടപ്രഭ, മാലപ്രഭ, ഭീമ, കൊയ്ന, തുംഗഭദ്ര, മുസി ഇതിലെല്ലാ റിവറും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഘാട്ടപ്രഭ, മാലപ്രഭ, ഭീമ, കൊയ്ന, തുംഗഭദ്ര ആൻഡ് മുസി റിവർ. നോക്ക്, ഹംപി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബാങ്ക്സ് ഓഫ് റിവർ തുംഗഭദ്ര. അപ്പൊ തുംഗഭദ്രയുടെ തീരത്താണ് ആരുള്ളത്? ഹംപി. ഹംപി എന്താണ്? ഹംപിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഡീവിയൽ സിറ്റിയാണ് ഹംപി. വിജയനഗര സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഹംപി. എവിടെയാണുള്ളത്? തുംഗഭദ്ര നദിയുടെ തീരത്താണ്. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then ഹൈദരാബാദ് is situated in banks of river മുസി. അപ്പൊ ഹൈദരാബാദ് ഏത് നദിയുടെ തീരത്താണ്? മുസിയുടെ തീരത്താണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. Then വിജയവാഡ is situated in banks of river കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ ഉള്ളത്. Another important point, അൽമാട്ടി ഡാം അല്ലെങ്കിൽ എന്ത് പറയും? ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം. അത് നമ്മുടെ കൃഷ്ണ റിവറിലാണ് ഉള്ളത്. അൽമാട്ടി ഡാം അല്ലെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഈ സിറ്റുവേറ്റഡ് ഇൻ കൃഷ്ണ റിവർ. ഓക്കെ, വേറെയും ഡാംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഭീമ ഡാം. എവിടെയായിരിക്കും ഭീമ ഡാം ഉണ്ടാവുക? ഭീമ റിവറിൽ. ഓക്കെ, ദെൻ നാഗാർജുന സാഗർ ഡാം ഉള്ളത് നമ്മുടെ കൃഷ്ണ റിവറിലാണ്. പ്രകാശം ബാരേജ് ആൻഡ് തുംഗഭദ്ര ഡാം എവിടെയാണ്? തുംഗഭദ്ര റിവർ. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ന്യൂസ് വന്നത് നമ്മൾ കണ്ടു. എന്താണ്? തുംഗഭദ്ര ഡാമിന്റെ ഗേറ്റിൽ ഒരു വിള്ളൽ അല്ലെ? തുംഗഭദ്ര ഡാം എവിടെയാണ്? തുംഗഭദ്ര റിവറിലാണ് ഉള്ളത്. മഹാനദി ഒറിജിനേറ്റ് ഫ്രം സിഹാവ ഹിൽസ് ഓഫ് റായ്പൂർ ഇൻ ഛത്തീസ്ഗഡ്. അപ്പൊ ഛത്തീസ്ഗഡില് റായ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള സിഹാവ ഹിൽസ് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മഹാനദി. The river flows through the states of ഛത്തീസ്ഗഡ് ആൻഡ് ഒഡീഷ. അല്ലെ, ഛത്തീസ്ഗഡ് എന്നാണ് എന്ത് ചെയ്തത്? ഒറിജിനേറ്റ് ചെയ്തത്. എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഒഡീഷയിലൂടെ വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് ബേ ഓഫ് ബംഗാളിലെത്തും. ഓക്കെ, ഒഡീഷയിലൂടെ പോയിട്ട് ബേ ഓഫ് ബംഗാളിലെത്തും. ദെൻ ടോട്ടൽ ലെങ്ത് 900 കിലോമീറ്റേഴ്സ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാംഭൽപൂർ, കട്ടക്, സോൺപൂർ, കാണ്ടിലോ, ബോധ്, ബാങ്കി ആൻഡ് പരാദീപ്. ഇത്രയും സിറ്റീസ് ഉള്ളത് എവിടെയാണ്? മഹാനദിയുടെ തീരത്താണ്. ഇതിൽ കട്ടക് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, കട്ടക് എവിടെയാണുള്ളത്? ഒഡീഷയിലാണുള്ളത്. ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദി ബാങ്ക്സ് ഓഫ് റിവർ മഹാനദി. മഹാനദി ഈസ് ഓൾസോ നോൺ ഫോർ ദി ഹിരാക്കുണ്ട് ഡാം. ഓക്കെ, ഹിരാക്കുണ്ട് ഡാം നമുക്കറിയാം. ഹിരാക്കുണ്ട് ഡാം എവിടെയാണ്? ഒഡീഷയിലാണ്. Which was the first major multi-purpose river valley project after India's independence. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള മേജർ റിവർ വാലി പ്രോജക്റ്റ്, മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് ആണ് ഹിരാക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഫസ്റ്റ് മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് ഏതായിരുന്നു? അത് ദാമോദർ വാലി പ്രോജക്റ്റ് ആയിരുന്നു. സെക്കൻഡ് വൺ അല്ലെങ്കിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആരാണ്? ഹിരാക്കുണ്ട് ഡാം ആണ്. ഓക്കെ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് മേജർ മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് ഹിരാക്കുണ്ടാണ്. ബിഫോർ ഇൻഡിപെൻഡൻസ് ഏതാണ്? അല്ലെങ്കിൽ ഫസ്റ്റ് മേജർ മൾട്ടിപർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് ഏതാണ്? ദാമോദർ ആണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ട്രിബ്യൂട്ടറീസ്? സിയോനാഥ്, ഇബ്, ടെൽ. ഓക്കെ, ഇബ്, ടെൽ, സിയോനാഥ് ഒക്കെ ആരുടെ ട്രിബ്യൂട്ടറീസ് ആണ്? നമ്മുടെ മഹാനദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. പിന്നെ നമുക്ക് അറിയാം ചിൽക്ക ലേക്ക്. ഒഡീഷയിലാണ് ചിൽക്ക ലേക്ക് ഉള്ളത്. ചിൽക്ക ലേക്ക് മഹാനദിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. കാവേരി റിവർ. The Kaveri River rises at Talakaveri in Brahmagiri range in Western Ghats, Kodagu district of Karnataka. കാവേരി നമുക്ക് നല്ല പരിചയമുള്ള റിവറാ അല്ലെ? എപ്പോഴും കാവേരി ഡിസ്പ്യൂട്ട് ഒക്കെ ഉണ്ട്. ആരൊക്കെ തമ്മിലാ? തമിഴ്നാടും കർണാടകയും തമ്മിൽ. സോ കർണാടകയിലാണ് ആക്ച്വലി ആര് ഉത്ഭവിക്കുന്നത്? കാവേരി റിവർ ഉത്ഭവിക്കുന്നത് കർണാടകയിലുള്ള ബ്രഹ്മഗിരി ഹിൽസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ബ്രഹ്മഗിരി റേഞ്ചസ് അല്ലെങ്കിൽ ബ്രഹ്മഗിരി ഹിൽസ് ഓഫ് കർണാടക. അവിടെയുള്ള തലക്കാവേരി ആണ് നമ്മുടെ കാവേരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. Then it flows through the states of Karnataka and Tamil Nadu. കർണാടകയിലൂടെയും തമിഴ്നാടിലൂടെയാണ് കാവേരി റിവർ ഒഴുകുന്നത്. 805 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത്. In ancient Tamil literature, the river is also known as പൊന്നി. അപ്പം ഇത് ചോദിക്കും, ഏത് റിവറിനെയാണ് ഏൻഷ്യന്റ് തമിഴ് ലിറ്ററേച്ചറിൽ പൊന്നി എന്ന് വിളിക്കുക? ഓക്കെ, തമിഴ്നാട്ടിലെ മേജർ ആയിട്ടുള്ള റിവർ നമ്മൾ പഠിക്കുന്ന ഏതാണ്? കാവേരിയാണ്. അപ്പം തമിഴ് ലിറ്ററേച്ചറിൽ പൊന്നി എന്ന് പറയുന്നത് ആരെയാണ്? കാവേരി റിവറിനെയാണ്.
ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ഹാരംഗി, ഹേമാവതി, കബനി, ഭവാനി, ലക്ഷ്മണ, തീർത്ഥ, നോയൽ ആൻഡ് അർക്കാവതി. ഇതിൽ കബനി, ഭവാനി, ഹാരംഗി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രീരംഗപട്ടണം, ഈറോഡ്, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ. ഈ പട്ടണങ്ങളൊക്കെ എവിടെയാണുള്ളത്? നമ്മുടെ കാവേരിയുടെ തീരത്താണുള്ളത്. ഓക്കെ, ശ്രീരംഗപട്ടണം, ഈറോഡ്, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാവേരിയുടെ തീരത്താണുള്ളത്. ദെൻ കല്ലണൈ ഡാം ആൻഡ് മേട്ടൂർ ഡാം. കല്ലണൈ ഡാമും മേട്ടൂർ ഡാമും ഉള്ളത് കാവേരിയുടെ തീരത്താണ്. ഹേമാവതി ഡാം എവിടെയായിരിക്കും? ഹേമാവതി റിവറിൽ. അതുപോലെ തന്നെ ഹാരംഗി ഡാം ഹാരംഗി റിവറിൽ. അവര് ട്രിബ്യൂട്ടറീസ് ആണ് കാവേരിയുടെ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ശിവനസമുദ്ര ഫാൾസ്. എവിടെയാണ് ശിവനസമുദ്ര ഫാൾസ് ഉള്ളത്? ശിവനസമുദ്ര ഫാൾസ് ഉള്ളതും നമ്മുടെ കാവേരിയിലാണ്. ഓക്കെ, ശിവനസമുദ്ര ഫാൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണുള്ളത്? കാവേരിയിലാണുള്ളത്. അടുത്തതാണ് നർമ്മദ റിവർ. ഓക്കെ, ഇറ്റ്സ് എ വെസ്റ്റ് ഫ്ലോയിങ് റിവർ. അത് ഓർത്ത് വെക്കണം. ഇത്രയും നേരം നമ്മൾ കണ്ടതൊക്കെ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആയിരുന്നു. എവിടെയായിരുന്നു? ബേ ഓഫ് ബംഗാളിൽ. ഇത് ഏതാണ്? നർമ്മദയും താപ്തിയും വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ്. വെസ്റ്റിലേക്ക് പോയാൽ എവിടെയാ ചേരുക? അറേബ്യൻ സീയിൽ. അറേബ്യൻ സീയിലാണ് ചേരുക. നോക്കാം. നർമ്മദ is a west flowing river. The Narmada river originates from the അമർകണ്ടക് പ്ലാഷ്യൂ. മധ്യപ്രദേശിലുള്ള അമർകണ്ടക് പ്ലാഷ്യൂവിൽ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നർമ്മദ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഫ്ലോസ് ത്രൂ ദ സ്റ്റേറ്റ്സ് ഓഫ് മധ്യപ്രദേശ്. അല്ലെ, ഒറിജിനും മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദ ഒഴുകുന്നത്. 1312 കിലോമീറ്റർ, 1312 കിലോമീറ്റർ ആണ് നർമ്മദയുടെ ലെങ്ത്. ദെൻ ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? നർമ്മദ റിവർ ആണ്. ബെൻജാർ, തവ, ഹിരൺ. ബെൻജർ, തവ ആൻഡ് ഹിരൺ ആർ ദ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് നർമ്മദ റിവർ. ദെൻ സർദാർ സരോവർ ഡാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാമാണ് സർദാർ സരോവർ ഡാം. സർദാർ സരോവർ ഡാം, ഇന്ദിരാസാഗർ ഡാമും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സർദാർ സരോവർ, ഇന്ദിരാസാഗർ ആൻഡ് ഓംകാരേശ്വർ ഡാം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ നർമ്മദ നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി താപ്തി റിവർ. ഇതും ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. എവിടെയാണ് താപ്തി റിവർ? താപ്തി റിവർ അല്ലെങ്കിൽ തപി റിവർ എന്നൊക്കെ പറയും. ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മുൽത്താനിയ ഹിൽസ് ഓഫ് മധ്യപ്രദേശ്. ഇത് മധ്യപ്രദേശിലെ മുൽത്താനിയ ഹിൽസ് എന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഫ്ലോസ് ടുവേർഡ്സ് വെസ്റ്റ്. ഓക്കെ, വെസ്റ്റ് വേർഡ്സ് ഫ്ലോ ചെയ്തിട്ട് എവിടെ പോവും? അറേബ്യൻ സീയിലാണ് എത്തുന്നത്. 724 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത്. ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? അനേർ, ഗിർന, ഗോമായി, അമരാവതി. ഓക്കെ, ഗിർന വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനേർ, ഗിർന, ഗോമായി ആൻഡ് അമരാവതി ആണ് താപ്തി അല്ലെങ്കിൽ തപി റിവറിന്റെ ട്രിബ്യൂട്ടറീസ്. ഇറ്റ് ഫ്ലോസ് ത്രൂ ദ സിറ്റി ഓഫ് സൂറത്ത് ഇൻ ഗുജറാത്ത്. അപ്പം സൂറത്ത് പട്ടണം ഏത് നദിയുടെ തീരത്താണുള്ളത് എന്ന് നമ്മളോട് ചോദ്യം ചോദിക്കും. അപ്പൊ നമ്മൾ പറയണം അത് താപ്തി റിവറിന്റെ അല്ലെങ്കിൽ തപി റിവറിന്റെ തീരത്താണുള്ളത്. ഓക്കെ, സൂറത്ത് പട്ടണം എവിടെയാണുള്ളത്? തപി റിവറിന്റെ തീരത്താണുള്ളത്. സോ അതാണ് തപി റിവറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്ത വേറെ തന്നെ ഇമ്പോർട്ടന്റ് നോട്ട്സ് ആണ്. ജോഗ് വാട്ടർഫാൾസ്. Jog waterfalls is the tallest waterfall in India which is located in Sharavati river. Sharavati river എവിടെയാണുള്ളത്? ഉത്തര കന്നഡയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലെ ശരാവതി റിവറിലാണ് ആരുള്ളത്? ജോഗ് വാട്ടർഫാൾസ് ഉള്ളത്. ദെൻ ദൂദ്സാഗർ ഫാൾസ്. ദൂത് എന്ന് വെച്ചാൽ എന്താണ്? ഹിന്ദിയിൽ മിൽക്ക് ആണ് അല്ലെ. ദൂദ്സാഗർ ഫാൾസ് എന്ന് വെച്ചാൽ സീ ഓഫ് മിൽക്ക്. ഇറ്റ്സ് വാട്ടർഫാൾ ഇൻ മണ്ടോവി റിവർ ഓഫ് ഗോവ. ഈ ചിത്രത്തിൽ കാണുന്നത് ഗോവയിലുള്ള ഇതൊരു റെയിൽവേ ട്രാക്ക് ആണ് അല്ലെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫാൾ ആണ് എവിടെയുള്ളത്? ദൂദ്സാഗർ ഫാൾസ് ഇൻ ഗോവ. മണ്ടോവി റിവറിലാണ് അതുള്ളത്. അപ്പൊ ഓർത്ത് വെക്കാം, മണ്ടോവി റിവർ എന്നുള്ള പേര് ഓർത്ത് വെക്കാം. ഗോവയിലാണ് ആരുള്ളത്? ദൂദ്സാഗർ ഫാൾസ് ഉള്ളത്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് പെനിൻസുലാർ റിവേഴ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.